പേര്. അവനാണ് ഇപ്പൊ എന്റെ വണ്ടി ഓടിക്കുന്നത്. ഓന്റെ ഫ്രണ്ടാണ് ഈ ലല്ലു. അതെനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല. അപ്പൊ ഇവൻ വരുമ്പോ ഇവന്റെ ബാഗിൽ ഈ നാജിന്റെ കുറച്ച് സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബാഗിൽ പുതിയ ഡ്രസ്സും കാര്യങ്ങളൊക്കെ അവൻ കൊണ്ടുവന്ന്. അപ്പൊ അവനിക്ക് പുതിയ ഫ്ലാറ്റ് നോക്കണ വരെ അവനിക്ക് വേറെ എവിടെ വെക്കാൻ പറ്റില്ല. അങ്ങനെയാണ് എന്റെ റൂമിൽ ആ സാധനം വെച്ചത്. എന്റെ ഫ്ലാറ്റിൽ അവന്റെ ബാഗ് ഉണ്ടായിരുന്നു. അതിനകത്ത് ഈ ലല്ലുവിന്റെ ടീഷർട്ട്, ലല്ലുവിന്റെ എന്താ പ്രൂഫ്, ലൈസൻസ് കാര്യങ്ങള്, ഇത് കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു ഇവന്റെ ബാഗിൽ ഉണ്ടായിരുന്നു. അത് എങ്ങനെ അവന്റെ ബാഗിൽ എത്തിയെന്ന് അത് എനിക്കറിയില്ല. അത് അവരോട് രണ്ടാമത് ചോദിച്ചാൽ അറിയുള്ളൂ. കാരണം ഫ്രണ്ട്സ് അല്ലേ, ഇപ്പൊ ചിലപ്പോൾ വെച്ചിട്ടുണ്ടാവന. അപ്പൊ ആ ഒരു സാധനമാണ് മാനുവിന് കിട്ടിയത്. എന്റെ ഡോറ് ലോക്ക് തല്ലി പൊട്ടിച്ച സമയത്ത് മാനുവിന് കിട്ടിയത്. ആ ഒരു ഡ്രസ്സ് അവൻ റീലും കാര്യങ്ങളും ഇട്ടിട്ടുണ്ടല്ലോ. അപ്പൊ എല്ലാവർക്കും അറിയാം ലല്ലുവിന്റെ ഡ്രസ്സാണ്. പിന്നെ പ്രൂഫിൽ തന്നെ ലല്ലുന്നുണ്ട്. അപ്പൊ തന്നെ മാനു ഫസ്മിനാക്ക് മെസ്സേജ് ചെയ്ത് കോണ്ടാക്ട് ചെയ്തു. ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, എന്റെ വൈഫ് അവനായിട്ട് അത് ഇത് റൂമിൽ ഒളിച്ചോടി പോയിന്നല്ല, വേറെ ടൈപ്പിലാണ് പറഞ്ഞത്. ഞാൻ ഫ്ലാറ്റിൽ കയറി ചെല്ലുമ്പോ അവിടെ ഇവിടെ ടിഷ്യൂ എടുക്കുന്നുണ്ട്, അവളുടെ ഇന്നേഴ്സ് കിടക്കുന്നുണ്ട്. സ്വാഭാവികം നമ്മളെ ഡ്രസ്സ് ഇടുമ്പോ ഇന്നേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവൂലേ. മാനും എന്തൊക്കെയോ റൗണ്ട് ചെയ്ത് കൂട്ടിയിട്ട് ടിഷ്യൂല് മറ്റതാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരു ഇത് എന്തോ വീഡിയോ ചെയ്തിട്ടുണ്ട് തോന്നുന്നു. ആരോ അറിയോ? ഇല്ല. അവര് നേരിട്ട് കണ്ടിട്ടില്ല. അല്ല, ഞാൻ ഇന്റർവ്യൂവിന് വിളിക്കാൻ നേരത്തെ മെഹനു, സഫ, ലല്ലു, ഫെർമിന, അങ്ങനെ ഒരുപാട് പേരെങ്ങനെ ഇതില് മൊത്തത്തില് കുഴഞ്ഞു കിടക്കുന്ന ഒരു പോലെ കണ്ടു. അത് ഫസ്മിനാന്റെ എക്സ് ഹസ്ബൻഡ് ആണ് ഈ ലല്ലു. അതാണ് ഫസ്മിനാക്ക് ഇത്ര ഇത്. അവര് പിരിഞ്ഞു എന്നാണ് അറിയണത്. എനിക്കറിയില്ല എന്നോ എക്സ് പാർട്ട്ണർ. അപ്പൊ അതുകൊണ്ടാണ് അവൾക്ക് ഇപ്പൊ ഇത്ര ഇത് അയച്ചു കൊടുത്തപ്പോ തന്നെ അവൾക്ക് ദേഷ്യം. എന്താ സംഭവം എനിക്കറിയില്ല. അവനെ മീഡിയക്ക് മുന്നിൽ നാണം കെടുത്താനാണോ എന്ത് നമുക്കറിയില്ല. ഇല്ല. അതുമായി ബന്ധപ്പെട്ട് പറയാനുണ്ടോ? പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഒരു ബന്ധവുമില്ല. ഇല്ല. അപ്പൊ ഫ്ലാറ്റിൽ ഇപ്പൊ താമസിക്കുന്നത് കൊച്ചും മാത്രമാണ്. അപ്പൊ തെറ്റിദ്ധാരണയാണ് മെഹനുവിന് പറ്റിയിരിക്കുന്നത്. മേന അവിടെ പറഞ്ഞത് എനിക്ക് വാലന്റൈൻസ് ഡേക്ക് തന്ന ഗിഫ്റ്റ് അവൾ എന്നെ ഇട്ടിട്ട് പോയി എന്ന് പറയുന്നത്. ജസ്റ്റ് നമ്മൾ തിരൂര് സ്റ്റേഷനിൽ നിന്ന് മീറ്റ് ചെയ്ത് പോലീസുകാരുടെ അടുത്ത് എല്ലാം സംസാരിച്ചതിന് ശേഷം ഇറങ്ങിപ്പോയി.